ഇത് കണ്ടോ, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത കട്ട് ബീഡിൻ്റെ സ്റ്റിച്ചാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ടൂ ബീഡ് എന്താണെന്നുള്ളതും ഈ കട്ട് ബീഡ് നമുക്ക് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നും ഒക്കെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ടൂ ബീഡ് ചെയ്യുന്നതും ഈ കട്ട് ബീഡ് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പം വേറെ മെത്തേഡിലും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ. അപ്പം നമ്മളിന്ന് ടൂ ബീഡ് വെച്ചിട്ട് ആ ഒരു മെത്തേഡ് ചെയ്യാൻ പോവുക കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കിയാലോ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നീഡിൽ ത്രെഡ് കോർത്തെടുത്തിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ലോത്തിൻ്റെ അടിവശത്തു കൂടെ നമ്മൾ നീഡിൽ കോർത്തെടുക്കുക. എന്നിട്ട് ആ നീഡിലിൽ ഒരു ബീഡ് കോർത്തെടുത്തു. ഇത് കണ്ടോ, ഇതുപോലെ ഈ ബീഡ് കോർത്തെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ തൊട്ട് പുറകിലോട്ട് ഈ ബീഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി പഠിച്ചപ്പം, അതായത് ത്രെഡ് വെച്ചിട്ട് ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിച്ചില്ലേ നമ്മൾ. മുമ്പത്തെ വീഡിയോ നോക്കിയാൽ മതി കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവേ. അതിനകത്ത് നമ്മൾ ത്രെഡ് വെച്ചാൽ ചെയ്യുന്നെങ്കിൽ ഇതിനകത്ത് നമ്മൾ ബീഡ് വെച്ച് ചെയ്യുന്നു എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ബീഡിനോട് തൊട്ട് ചേർത്ത് താഴോട്ട് സൂചി കുത്തി ഇറക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ആ ബീഡ് അവിടെ സ്റ്റിച്ച് ആയിട്ടിരിക്കും. ഇത് കണ്ടോ, ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നമ്മൾ ആ നീഡിൽ കുത്തി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. അതായത് ആ ബീഡിൻ്റെ ഗ്യാപ്പ് വരുന്ന അനുസരിച്ച് നമുക്ക് ഏകദേശം എത്ര ഗ്യാപ്പ് വേണമെന്ന് അറിയാമല്ലോ. ആ ഗ്യാപ്പ് വരുന്ന അനുസരിച്ച് ഫ്രണ്ടിലോട്ട് കുത്തി എടുത്തിട്ട് വീണ്ടും ആ നീഡിൽ നമ്മുടെ ബീഡ് കോർത്തെടുത്ത് ബാക്കിലോട്ട് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള അത്രയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നോർമൽ നീഡിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ആരി വർക്കുകൾ നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പം എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ ചെയ്ത വർക്ക് ഇതാണ്ട് ഇതുപോലെ ഇരിക്കുവേ.